അല്ലേ? അതെ, ഇന്ദിരയല്ലേ? കാട്ടുങ്കലുള്ള സൗദാമിനി ടീച്ചറുടെ അവിടെ? അത് തന്നെ. അതെ, അവിടെ ഞാൻ ഹോം നേഴ്സായിട്ട് നിന്നിരുന്നു. തങ്ക എന്താ ഇവിടെ? എനിക്കിതിനിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് ചെയ്തേ. അത് കഴിഞ്ഞ എല്ലാ മാസവും വരണമല്ലോ, അതിന് വന്നത്. അല്ല, ഇന്ദിര എന്താ ഇവിടെ? ആരുടെയെങ്കിലും കൂട്ടിരിപ്പിനോ മറ്റോ വന്നതാണോ? നമുക്ക് ഇത് തന്നെയല്ലേ ജോലി തങ്കം. ആകെ ഒരു സമാധാനം വീടിന് തൊട്ടടുത്ത് തന്നെയാണെന്നുള്ളതാ. മോളെവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു. അവക്കിതിനിടയില് ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നു. അവിടെ കണ്ട് പരിചയപ്പെട്ടൊരു പയ്യന്. അതിപ്പോ ഇക്കാലത്തെ പിള്ളേരുടെ കല്യാണമൊക്കെ അങ്ങനെ തന്നെയാ. ചെക്കൻ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേന്ന് ചോദിച്ചാ വലിയ കമ്പനിയൊക്കെ ഉള്ള ആളാ, വലിയ കുടുംബക്കാര്. ചിലപ്പോ ഇന്ദിരയ്ക്ക് അറിയുമായിരിക്കും. കളരിക്കലെന്ന തറവാടിന്റെ പേര് കേട്ടിട്ടുണ്ടോ? കളരിക്കലേക്കോ? കളരിക്കലേക്കാണോ മോളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നേ? അതെ. അറിയോ ഇന്ദിരയ്ക്ക്? അറിയാൻ തങ്കം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുടുംബം അത്. തങ്കം നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ആ തറവാട്ടിലേക്ക് അയച്ചത്? അല്ല, അവിടെ എന്താ കുഴപ്പം? എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. നമുക്ക് പോവാൻ തങ്കം. അത് നമ്മുടെ വീടിനടുത്ത് ഒരു സ്ഥലത്ത് ഹോം നേഴ്സായിട്ട് നിന്നത്. അവർക്ക് ഇന്ദിരയ്ക്ക് കളരിക്കൽ തറവാട് നന്നായിട്ട് അറിയാം. കൃഷ്ണമോളെ അങ്ങോട്ടേക്കാ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേന്ന് പറഞ്ഞപ്പോ എന്തേലും അറിഞ്ഞിട്ടാണോ ചെയ്തേന്നൊക്കെ ചോദിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗോപാല. എന്തു പ്രശ്നം? എന്റെ തങ്കം, ഇത്തരക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ ഈ ആശുപത്രിയിൽ സ്ഥിരം കാണാറുള്ളതാ. ഓരോരുത്തരുടെ അടുത്തേക്ക് എത്തും, ഓരോ കൊതി നുണയും പറയും. പേടിപ്പിക്കാൻ പറ്റുന്നവരെ പേടിപ്പിക്കുകയും ചെയ്യും. വലിയ ശല്യമാന്നേ. അങ്ങനെയൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്നിരുന്ന് തങ്കേച്ചിയുടെ അടുത്ത് ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് കളരിക്കൽ എന്തോ പ്രശ്നമാണെന്ന് പറയണമെങ്കിൽ അവര് നിസ്സാരക്കാരിയാണോ? കളരിക്കലേ ഒരു പ്രശ്നവുമില്ല. പിന്നെ തങ്കത്തിന്റെ മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് കളരിക്കലേക്ക് ഒരു ബന്ധം കിട്ടിയെന്നൊക്കെ പറയുമ്പോ ഇവർക്കൊക്കെ നാവ് ചൊറിയും. തങ്കേച്ചി, 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 തങ്കേച്ചി. ഹലോ, എന്താ സുനന്ദേ? ഗോപാലേട്ട, തങ്കേച്ചി ഇവിടെ കാണാനില്ല. നീ എന്തായി പറയുന്നേ? അവരെവിടെ പോവാനാ? ഞാനിവിടെ മുഴുവനും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. വേറെ എങ്ങോട്ട് പോവാനാ? തങ്കത്തിന് ഇവിടെ പരിചയമില്ലാത്തല്ലേ? ഗോപാലേട്ട, ആശുപത്രിയിൽ വെച്ച് കണ്ടവര് പറഞ്ഞില്ലേ, അപ്പൊ മുതല് തങ്കേച്ചിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഇനി അങ്ങോട്ടെങ്ങനെ പോയിട്ടുണ്ടാവോ? നീ എന്താ ഈ പറയുന്നേ?
ഏയ് അങ്ങോട്ടൊന്നും പോകാൻ സാധ്യതയില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. ഗോപാലേട്ടനൊരു കാര്യം ചെയ്യും, അങ്ങോട്ടെങ്ങാനും ഒന്ന് പോയി നോക്കൂ. ശരി ശരി, ഞാൻ നോക്കട്ടെ. നീ അവിടെ ഒന്നുകൂടെ നോക്ക്. ദൈവമേ, മുമ്പത്തെ പോലെ ഇനി കൃഷ്ണമോളെ കാണണമെന്നും പറഞ്ഞ് കളരിക്കിലേക്ക് എങ്ങാനും പോയിരിക്കാണോ? എന്തോ പ്രശ്നമുണ്ട്. ഗോപാലേട്ടനൊന്ന് നോക്ക്. ആ, ഇത്ര ബുദ്ധിമുട്ടി തിരിച്ചു വന്ന് എന്നോട് ചോദിച്ചിട്ട് ഉള്ള കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്റെ മോളോടും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ദേ തങ്കം, ഞാനേ ഇത് പറഞ്ഞെന്ന് ആരും അറിയരുത്. വലിയ വലിയ കുടുംബക്കാരാ. അവരൊക്കെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട പാവങ്ങളായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇന്ദിരേ, ആരോട് പറയില്ല. എന്നാ, ഞാൻ പോട്ടെ. തങ്കം, ഇനിയിപ്പോ അവിടെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം. അറിയാണ്ട് മനസ്സിനൊരു സമാധാനമില്ല. അല്ലേ തങ്കം, അതൊക്കെ വേണോ? അല്ലാണ്ട് പിന്നെ എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോകാം, ഇപ്പൊ തന്നെ പോകാം.